ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ ഞാൻ വീഡിയോ ഇട്ടില്ല, പൈസ സൂക്ഷിച്ച് വെക്കുന്ന കാര്യം എന്നെപ്പോലെ കാണിച്ച കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചാൽ ഞാൻ മാത്രമല്ല ഈ പൊട്ടുതരം കാണിച്ചത്. എനിക്ക് ആ കമൻറ്റ് വായിച്ചിട്ട് തന്നെ താഞ്ചിരി വരുമായിരുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്നില്ല. എല്ലാ വീട്ടമ്മമാരും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊക്കെ ചെയ്യുന്നവരാ. അപ്പം എന്തോ ചെയ്യാനാ, പല കാര്യങ്ങളല്ലേ നമ്മുടെ തലമുണ്ടയിൽ കൂടെ പോകുന്ന വലിയ ഓഫീസ് വർക്കിനേക്കായി വലിയ ജോലികളല്ലേ വീട്ടമ്മമാർ ചെയ്യുന്നത്. അപ്പം പല ജോലികളുടെ ഇടയിൽ, തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇതങ്ങ് വിട്ടുപോകും. അതാ വന്ന അമളി. എന്നിട്ടെന്താ, അപ്പം ഇന്ന് എനിക്ക് ഇത്തിരി നേരത്തെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. 7:30 മീറ്റിംഗ് ഉണ്ടതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് 9:30-10 മണിയൊക്കെ എല്ലാവരുടെ ആഹാരം എല്ലാം കൊടുത്തു കഴിഞ്ഞ് 10-11 മണിയാവും. പിന്നെ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നാൽ പിന്നെ എനിക്ക് ഹോളിൽ അവരിരുന്നാലും എനിക്ക് വിട്ടിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഇവരെന്തെങ്കിലുമൊക്കെ പറയുമ്പം പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇന്നങ്ങ് എളുപ്പം എത്രയും ചെയ്യാമോ അത്രയും അങ്ങ് എളുപ്പം ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുറേ പേര് പാട്ട് ചോദിച്ചില്ലേ, അതുകൊണ്ട് ഇന്നൊരു ചെറിയ പാട്ടിൻ്റെ കുറച്ച് ചാൻസ് പാടാമേ. എനിക്ക് എൻ്റെ ഒരു ഹോബിയാണ് പാട്ട്. എനിക്ക് പാട്ട് ഇഷ്ടമാണ്. അത് ഏതെങ്കിലും ഒരു പാട്ട് എവിടെയെങ്കിലും കേൾക്കുവാണെങ്കിൽ അതങ്ങോട്ട്, ചില പാട്ടുകൾ നമുക്ക് ഇത്തിരി ഒരു ഇഷ്ടം തോന്നുമല്ലേ, ആ പാട്ട് ഞാൻ എഴുതി വെച്ചിട്ടിരുന്ന് എങ്ങനെയാണെങ്കിലും അത് പഠിച്ചെടുക്കും. അതിപ്പം പഠിച്ചെടുത്ത് എന്തെങ്കിലും തെറ്റെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേരെ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിൽ എത്ര മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിൽ എത്ര മധുരം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ, നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ, നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇച്ചിരി തൊണ്ടയൊന്നും വയ്യാതെ ഇരിക്കുക. പ്രൈസമോൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസമോൻ ഇരുന്ന് ചിരിക്കുന്നു. ഇവനും പെട്ടെന്ന് മലയാളം പാട്ടാണെങ്കിലും ഏതാണെങ്കിലും ഞാനിപ്പോൾ ഇരുന്ന് പാടുമെന്നെങ്കിൽ അവനത് ട്യൂണ്, എനിക്ക് ചിലപ്പം ട്യൂൺ അങ്ങോട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. ഇവൻ ആ ട്യൂണ് തന്നെ ഇട്ട് പറഞ്ഞാൽ, അതുകൊണ്ട് പറയും മോനൊന്ന് കേൾക്കണേ. എന്തെങ്കിലും ചിലപ്പോൾ ഈ മീറ്റിങ്ങിനൊക്കെ നമുക്ക് ഫാമിലിക്കാർ പാടാൻ പറയത്തില്ലേ, അപ്പോൾ തെറ്റോ ഞാൻ പറയാം മോനോടൊന്ന് പാടിയേക്കും, മോൻ എനിക്കൊന്ന് ട്യൂൺ ഇട്ട് തരണേന്ന് പറയും. അതവനത് യൂസ് ചെയ്യുന്നില്ല എൻ്റെ കൊച്ച്. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാമേ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ ഞാനൊരു ഹോള് പോലെ ആക്കിയിട്ട് അതിൻ്റെ ആ പീസിങ് മാറ്റി വെച്ചിട്ട്, അറിയാമല്ലോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അകത്തൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാൻ ഉപ്പ് പൊടിയല്ല ഇട്ടത്, ഉപ്പൊന്ന് വെള്ളത്തിൽ
കലക്കിയിട്ട് ആ നീരാണ് ഒഴിച്ചത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡറൊക്കെ അതിന് മുകളിൽ ചേർക്കാം. ഞാനൊന്നും ചെയ്തില്ല, ഒന്നും ഇട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്മൾ ആ എടുത്ത പീസ് കൂടെ വെച്ചിട്ട് നടുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് അങ്ങനെ നെയ്യ് ചേർക്കുമ്പോൾ. എന്നിട്ട് ചെറിയ തീയിലിട്ടൊന്ന് ഇങ്ങനെ മുരിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് അകത്തെ മുട്ട വേകാൻ പാടാം. പക്ഷേ ഇവിടെ ഈ പിള്ളേർക്കൊക്കെ ആ അകത്തെ മുട്ട അങ്ങനെ അധികം വെന്തില്ലെങ്കിലും ഈ ഇവർക്കൊക്കെ ബുൾസൈ കഴിക്കുന്നവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ എനിക്ക് അത് നന്നായി വേവണം, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. പ്രൈസമോന് ടിഫിനുകൾ കൊടുക്കാൻ എഗ്ഗ് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതവനെന്തൊന്ന് റോൾ ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് പിള്ളേർ പോയി, കൊച്ചുങ്ങളങ്ങ് പോയി. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേനങ്ങ് പോയി. പാത്രങ്ങളെല്ലാം ബാൽക്കണിയിൽ എടുത്തുകൊണ്ട് വരും. അതെല്ലാം ഇനി ഒരു സ്ഥാനത്ത് വെക്കട്ടെ. അപ്പം ബാൽക്കണിയിൽ മഴയാണെങ്കിൽ ഒന്ന് തോന്നി നിൽക്കും. പിന്നെ ഇങ്ങോട്ട് തുണികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ അതൊന്നും ഉണങ്ങും. അങ്ങനെ അതെല്ലാം പാത്രങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കട്ടെ. അപ്പോൾ ഇന്നലെ റീച്ചാൻ കൊണ്ടുവന്നത് ഫ്രൂട്ട്സ് ഞാൻ കഴുകി വെച്ചായിരുന്നു. അതൊന്നും എടുത്ത് റീച്ചാൻ അത് ഗ്രീൻ ആപ്പിളാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. പക്ഷേ അത് ഗ്രീൻ ആപ്പിളല്ല, അത് സപ്പർച്ചനാകുമ്പം പോൾ വലിയ കാര്യത്തിൽ ഗ്രീൻ ആപ്പിളാണെന്ന് പറഞ്ഞ് എടുത്തു. ഈ സപ്പർച്ചന് ഒരു ഇച്ചിരി പുളിയുണ്ട്. അല്ലാതെ പേർന്നും പറഞ്ഞൊരു സാധനമുണ്ട്, ഇതിൻ്റെ വലിയ അത് നല്ലതാണ്, അത് സോഫ്റ്റാണ്, മധുരമുള്ള. ഇതിന് മധുരമുണ്ട്, എന്നാലും ഒരിത്തിരി അകത്തൊരു പുളി പോലെ വരും. അതൊന്ന് എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ പിള്ളേരൊന്നും കഴിക്കാറില്ല. പിന്നെ വെള്ളമൊക്കെ ക്യാനിൽ ഒഴിച്ച് പിന്നെ വെള്ളം തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ അരി തിളപ്പിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി. എന്നിട്ട് വെള്ളം ഇവിടെ കുടിക്കാനായിട്ട് വെച്ച് സ്റ്റീൽ ചരുവത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു അലൂമിനിയം ചരുവത്തിൽ ഒഴിച്ച് വെക്കും, ഒരിച്ചിരി ഒന്ന് തണുത്തിട്ടേ. എന്നിട്ട് അത് ആ തണുത്ത എടുത്ത് ഒഴിച്ചിട്ട് വീണ്ടും അപ്പോഴത്തേന് ഈ സ്റ്റീൽ ചരുവത്തിൽ തണുക്കുന്ന ഉടനെ വീണ്ടും അലൂമിനിയം ചരുവത്തിൽ ഒഴിച്ച് വെച്ചിട്ട് സ്റ്റീൽ ചരുവത്തിൽ തിളപ്പിക്കും. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്, പ്രീസമ്മോൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അത് ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് അതൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അതവിടെ അങ്ങ് റെഡിയാവും. ചപ്പാത്തിക്കൊക്കെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പം മറ്റുള്ളവർക്കും ഇഷ്ടമാണ്, ഇവനിപ്പോൾ ഇത്തിരി കൂടുതലാണ്. നേരത്തെ കോവയ്ക്കയും ടൊമാറ്റോ ചട്നിയൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇഷ്ടം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം തീർന്നിരിക്കുക. അപ്പോൾ ഒരു കറിയും കൂടെ ഉണ്ടാക്കാനായിട്ട് ഒരു തീയൽ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളോട് അകത്ത് പോയി ഇരുന്ന് അതിൻ്റെ ഉരുളൻകിഴങ്ങ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഉരുളൻകിഴങ്ങ് തീയൽ വയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തീയൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. അതെന്താണെന്നറിയാമോ, ബെൻസി അന്ന് ഒരു അരക്കിലോടെ പാക്കറ്റിൽ ഇത് തേങ്ങ വറുത്ത് കൊടുത്ത് വിട്ടില്ല. അതിപ്പോൾ ഞാനൊരു 3-4 തീയൽ വെച്ചു. അത്രയും ഇതുകൊണ്ട് ഇനിയുണ്ട് എനിക്ക് ഒരു 2-3 എണ്ണത്തിനൂടെ, അല്ലെങ്കിൽ 2 കറിക്കൂടെ കാണുമായിരിക്കും. അപ്പോൾ അതുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തേങ്ങ ഒന്നും വറക്കാൻ ഞാൻ മെനക്കെടത്തില്ല. ഇതാവുമ്പോൾ ഉരുളൻകിഴങ്ങ് എടുത്തതൊന്ന് തീയൽ വയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉരുളൻകിഴങ്ങും വെണ്ടയ്ക്കയും കൂടി ഇട്ടാൽ തീയൽ വെച്ചാൽ. അപ്പം പോളിന് വെണ്ടയ്ക്കൊന്നും അവൻ ഇട്ട് കൂട്ടില്ല. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രം ഇന്നൊന്ന് തീയൽ വെക്കാമെന്ന് വെച്ചാൽ. അപ്പം ഉരുളൻകിഴങ്ങും ഒരു ടൊമാറ്റോ, സവാള, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സവാള, പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പോടെ ഇട്ടതൊന്ന് വഴട്ടിയെടുക്കട്ടെ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, അത് വഴട്ടിയാൽ മതി. ഉരുളൻകിഴങ്ങിലെ വെള്ളം തന്നെ. ഞാൻ പറഞ്ഞു തരണ്ട, എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ, പാചകം എല്ലാം അറിയാവുന്നവരാ മിക്ക ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ഇച്ചിരി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ആ ആവി കിടന്നത് വെന്ത് വരും. തുണി അത് അവിടെ അടപ്പത്ത് കിടക്കട്ടെ. ചിത്തി ഒന്ന് കുറച്ചിട്ടിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. തുണി ആയിട്ടുണ്ട്, തുണി അങ്ങ് വിരിച്ചേക്കെ എടുക്കാം.
എന്തുവാന്നോ ഞാൻ ചിയാ സീഡ് വെള്ളത്തിൽ ചിയാ സീഡൊക്കെ ആക്ച്വലി രാവിലെയാണ് കഴിക്കേണ്ടത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് അവനിഷ്ടമല്ല. നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് ഈ ബോഡി ചൂടാകുന്നതുകൊണ്ട് എന്നോട് എനിക്കൊരു കമൻറ്റ് വന്നാലും ചേച്ചി ഈ സബ്ജ സീഡ് നമ്മുടെ ഈ പിന്നെ ഇതിൻ്റെ അകത്തെ ഫലോദയ്ക്കകത്തൊക്കെ കാണുന്ന ഒരെണ്ണം ഉണ്ടല്ലേ, അത് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ കുടിക്കുക ചേച്ചി, നല്ല തണുപ്പാണ്. അപ്പം ഞാൻ അത് കുടിക്കുക. അതൊരു വെറുതെ ഞാനത് കലക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുക. അങ്ങനെ കുടിക്കുമ്പോൾ നമുക്കതേലും ഇഷ്ടപ്പെടത്തില്ല. അതേസമയം നാരങ്ങ വെള്ളത്തിൻ്റെ അകത്തോ മോര് വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും നമുക്കങ്ങോട്ട് ഒരു ഇത് വരത്തില്ല. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പറഞ്ഞ് ഇച്ചിരി ചിയാ സീഡ് എടുത്ത് വെച്ച് കുടിക്കാൻ. അത് അവനിഷ്ടമല്ല. അവൻ ഒറ്റ അടിക്കങ്ങ് കുടിച്ചത്. ആദ്യം ആൾ അറിഞ്ഞേ ഇല്ല ഞാൻ എന്തോ ചെയ്യുന്നു, വീഡിയോ ഓണാണെന്നുള്ളത്. പിന്നെ ഞാൻ അവൻ്റെ അടുത്തോട്ട് പോയി നിന്നപ്പോഴവന് മനസ്സിലായി മമ്മി വീഡിയോ എടുക്കുവാന്ന്. അങ്ങനെ കുടിച്ചിട്ട് പോയാൽ അന്നൊരു ദിവസമേ കുടിച്ചോളൂ. പിന്നെ അവൻ കുടിച്ചില്ല, അവന് വേണ്ടാന്ന് പറഞ്ഞ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ ബോഡി തണുപ്പാന്നും പറഞ്ഞ് ആ മറ്റേ ചിയാ സീഡും പോട്ടെ സബ്ജ സീഡ് അതും അത് പെട്ടെന്ന് അങ്ങ് വെള്ളത്തിലങ്ങ് ബൗൾ പോലെ ആവും. പക്ഷേ ചിയാ സീഡ് അത്രയും പെട്ടെന്നാവത്തില്ല. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത തേങ്ങയെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതൊന്ന് തണുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇച്ചിരി ടൊമാറ്റോ ചേർത്തത് കൊണ്ട് അധികം പുളി വേണ്ട, ഒരു ഇച്ചിരി മതി. ഇച്ചിരി പുളിയും കൂടെ ചേർത്തിട്ട് ഞാൻ ചിലപ്പോൾ കടുക് വറക്കും, ചിലപ്പം കടുക് വറക്കത്തില്ല ലാസ്റ്റിലേ. ഇപ്പോൾ അനു നേരത്തെ വരും. കാരണം ഇപ്പം 3-4 ദിവസം കൊണ്ട് നേരത്തെ വരും. കാരണം അതുപോലുള്ള മഴയില്ലേ, അവൾക്ക് അവിടെ വെളിയിലൊന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോഴും വരുന്നത് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, വെള്ളത്തോടെ വരുന്നത്. അവൾ തുടയ്ക്കുന്നതനുസരിച്ച് ഇവിടെ വെള്ളമാവും. പിന്നെ പക്ഷേ എല്ലാം അവൾ കയറി വരുമ്പോഴേ മുറി മൊത്തത്തിൽ വെള്ളം ഒലിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ വഴക്ക് പറയും. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഞാൻ പറയും നിൻ്റെ ശരീരം നോക്കണമെന്ന് ഞാൻ പറയും. ഈയിടെ വയ്യാഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് തൈറോയിഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെഡിസിൻ എടുക്കുക. അപ്പോൾ റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അവൾക്ക് ഹീമോഗ്ലോബിൻ അവൾക്ക് 13 കണ്ടാൽ പറയത്തില്ല. ഞാൻ ചിന്തിച്ച് അവൾക്ക് ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. കാരണം അവിടെ കണ്ണൊക്കെ വല്ലാതെ അവൾക്ക് എപ്പോഴും അങ്ങ് ക്ഷീണമായിരുന്നു. ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ടേ അവൾ വന്നു. അപ്പം അവിടെ ഭയങ്കര ചിരി പോള്. ഞാനൊന്ന് ചെന്ന് നോക്കിയതാ എന്തുവാ സംഭവം എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് പഠിക്കാനില്ലോടെ പോളെ? നിന്റെ ഈ അട്ടഹാസം കേട്ടിട്ടാണല്ലോ ഞാൻ വന്നത്. നിന്റെ ഈ ചിരി കേട്ടിട്ടാണല്ലോ നിനക്ക് പഠിക്കാനില്ല. അപ്പോൾ അവൾ വന്ന ഉടനെ അവൻ അവിടെ ടേബിൾ ഇട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നതാണ്. ഈ ചിരി കേട്ടിട്ട് ഞാൻ അവനോട് പറഞ്ഞില്ലേ നിൻ്റെ ഈ അട്ടഹാസം കേട്ടിട്ടാണല്ലോ. അവനത് മനസ്സിലായില്ല ഞാൻ ആ പറഞ്ഞ വേട്. അതാ ചോദിച്ചത്. ഞാൻ അതാ പറഞ്ഞത് നിൻ്റെ ചിരി ഭയങ്കര ചിരി എന്ന് വെച്ചാൽ ഭയങ്കര ചിരി. കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണ്. ഞാൻ ചിന്തിച്ച് എന്തുവാന്ന്. പിന്നെ ചെന്നപ്പോൾ എന്തുവാ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണുക മലയാളം. ഒരിടയ്ക്ക് കാണുമായിരുന്നു. പിന്നെ നാട്ടിൽ പോയി മെഞ്ചിയുടെ ഹസ്ബൻഡ് കാണുമായിരുന്നു. അവൻ്റെ കൂടെ കിടക്കുമ്പം അവനിരുന്ന് കാണുന്നതാണ്. ഇവനും കണ്ടിട്ട് ഇവിടെ വന്നിരുന്ന് നാട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് നാൾ ഇവിടെ വന്നിരുന്ന് കാണുമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങ് നിർത്തിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര കോമഡി അതിൻ്റെ അകത്ത്. അപ്പോൾ അതിരുന്ന് കണ്ടിട്ട് ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലുള്ള ചില വേർഡുകൾ എന്നോട് വന്ന് ചോദിക്കും. ഇന്ന് ചോദിക്കുന്നിട്ട് മമ്മി ഈ താങ്കളെന്നും താനെന്നൊക്കെ ഞാൻ വിളിക്കാമോ മറ്റുള്ളവരെ, അതിൻ്റെ അർത്ഥം എന്തുവാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ കൂടുതലൊന്നും പറയാൻ പോവല്ലേ ആറടുത്ത് വന്ന്. ചിലപ്പോൾ ഞാൻ ഈ മുറി ഇരിക്കുവാണെങ്കിൽ അവൻ പഠിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. ഞാൻ പ്രൈസിനോട് പറയും പ്രൈസ ഒന്ന് പതുക്കെ പോയി നോക്കട പ്രൈസ അവൻ എന്ത് കൊടുക്കുമെന്ന്. അപ്പം പ്രൈസം വന്ന് പറയുന്നതാണ് സോൾട്ട് ആൻഡ് പെപ്പർ കാണുവാന്ന്. ഉപ്പും മുളകും ഓരോ പേര് ഇവരുണ്ടാക്കും. ചിലപ്പം പ്രൈസൻ ഇരുന്ന് കാണും. അല്ലെങ്കിൽ പ്രൈസൻ കൂടുതലും ഈ ഡ്രൈവിങ് അങ്ങനെയൊക്കെയുള്ള ഇത് കാണാനാണ്. അപ്പോൾ വൈകിട്ട് പ്രൈസമ്മ വന്നുണ്ടെങ്കിൽ പിന്നെ അവന് ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കോട്ടയും കണ്ടപ്പോഴേ ആൾ ഒത്തിരി സന്തോഷമായി. ഇത് കഴി ഇനി ഹാപ്പിയാണോ? ടെസ്റ്റൊക്കെ നല്ലതായിരുന്നോ? എക്സാം
ടിഫിനൊക്കെ കഴിച്ചോ? ഫ്രൂട്ടും കഴിച്ചായിരുന്നോ? മന്ത്ലി ടെസ്റ്റ് നടക്കുക. ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ ടെസ്റ്റ് അല്ല, എക്സാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.